SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ്? തീർച്ചയായും ആവേശോജ്വലമായ വിജയമാണ് SFIക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആകെ മൊത്തം കോളേജുകളിലും ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും കണ്ണൂർ SN കോളേജിൽ, ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ SN കോളേജിൽ മുഴുവൻ സീറ്റുകളിലും അതും വൻതോതിലുള്ള ഭൂരിപക്ഷത്തിലാണ് വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. മതനിരപേക്ഷ കാഴ്ചപ്പാടിനും വർഗീയത ക്യാമ്പസിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് MSFനും KSUവിനും ഏറ്റുള്ള കനത്ത തിരിച്ചടിയാണ് മാടായിൽ അവരുടെ കോളേജിനെ പൂർണ്ണമായും തിരികെ SFI മതനിരപേക്ഷ ചേരിയിലേക്ക് എത്തിക്കുന്നു. നിർമ്മലഗിരിയിൽ ശുഭസൂചനമായിട്ടുള്ള വാർത്തകൾ കടന്നു വരുന്നു. തീർച്ചയായും SES ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ ബ്രണ്ണൻ കോളേജ്, പയ്യന്നൂർ കോളേജ്, ഗവൺമെന്റ് കോളേജുകൾ മുഴുവനായും ആ നിലയിൽ വൻതോതിലുള്ള മുന്നേറ്റം SFIക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാടായി കോളേജിലെ വിജയം യൂണിയൻ തിരിച്ചുപിടിക്കുകയായിരുന്നു. തീർച്ചയായും അതൊരു മധുരമേറിയ പ്രതികാരം കൂടിയാണ്. ഞങ്ങളുടെ മാടായിലെ അവിടുത്തെ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് M വിജിനെ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അവരുടെ വിജയാഹ്ലാദം നടക്കാറ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്നത് വ്യക്തിപരമായി ഉള്ളതല്ല, മറിച്ച് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിലൂടെ തന്നെ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. KSU മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത്. അവർ മതനിരപേക്ഷമാണ്, അവർ ഇടതോടൊപ്പമാണ്, ഇടത് ചേരിയിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് മാറി. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വർഗീയതക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു SFI ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടത്. പ്രത്യേകിച്ചും SFI ഉന്നയിച്ച ആരോപണം നിലനിൽക്കുന്നുണ്ട്. കോളേജുകളിൽ MSF വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തി തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വർഗീയതക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് SFI വലിയ വിജയമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയത്. മാത്രമല്ല MSFന്റെ കയ്യിലുണ്ടായിരുന്ന, KSUവിന്റെ കയ്യിലുണ്ടായിരുന്ന മാടായി കോളേജ് ഉൾപ്പെടെ തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്.